ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് വെളുത്തുള്ളിയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കം കാണും നമ്മൾ ആഹാരത്തിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ അടുക്കളയിൽ അവിഭാജ്യ ഘടകമായ ഒന്നാണ് ഈ വെളുത്തുള്ളി. പക്ഷേ നമ്മളതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ചോ അതിൻ്റെ ആ രോഗസംഹാര ശേഷിയെക്കുറിച്ചോ നമ്മളാരും കൂടുതൽ ചർച്ച ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. ഇത് പുതിയ പഠനങ്ങളിലൂടെ ഒരുപാട് ഔഷധം, ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ, വൈറസ് രോഗാണുക്കളെ ചെറുക്കാനുള്ള അതിൻ്റെ ആ ശേഷി പോലും വളരെ വലുതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആയുർവേദത്തിൽ സന്ധിവാത രോഗങ്ങൾ, പഴകിയ ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ എന്നിവയിൽ വെളുത്തുള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് വിവരണങ്ങളുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ഏറെക്കുറെ അതിനോട് തുല്യമായ അല്ലെങ്കിൽ ആ അറിവുകളെ സ്ഥിരീകരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് വ്യാപകമായി വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ഇത് ധാരാളമായി കാണുന്നുണ്ട്. മുൻപ് വിദേശത്ത് നിന്നൊരു ഒരു പഠന റിപ്പോർട്ട് കണ്ട ഒരു കഥയുണ്ട്. അതായത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർ, ജനങ്ങൾ ഏറ്റവും കുറവുള്ളത് ചൈനയിലാണ് പറയും. ചൈനയിലെ ജനങ്ങളിലാണ് ഏറ്റവും കുറവ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ വിദഗ്ധർ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു പഠനം നടത്തിയെന്നാണ് പറയുന്നത്. പഠനം നടത്തിയപ്പോൾ വ്യക്തമായി മനസ്സിലായത് ചൈനയിലെ ജനങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി കഴിക്കുന്നത് എന്നായിരുന്നു. അതുപോലെ തന്നെ ഈ വൈറസ് രോഗാണുക്കളെ ചെറുക്കാനുള്ള ഇതിൻ്റെ ശേഷി അതിഗംഭീരമാണ്, വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ ജലദോഷം, ഫ്ലൂ ഒക്കെ വരുമ്പോൾ ഇത് വെളുത്തുള്ളി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ പഠന വിവരങ്ങളിൽ പറയുന്നത് ജലദോഷം, ഫ്ലൂ എന്നിവ ഉണ്ടാക്കുന്ന വൈറസുകൾക്ക് വെളുത്തുള്ളിയുടെ ഔഷധ മൂല്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ വേറൊരു പഠനത്തിൽ കണ്ടിട്ടുള്ളത് ഇറ്റ് ഡീറ്റോക്സിഫൈ ദ ലിവർ എന്നാണ്. അപ്പോൾ കരളിനെ ശുദ്ധീകരിക്കാൻ അതിന് ശേഷിയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാനും രോഗം വന്നാൽ ചികിത്സിക്കാനും ഈ വെളുത്തുള്ളി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പഠന ഫലങ്ങൾ പറയുന്നത് അത്തരം കാര്യങ്ങളാണ്. പനിയുള്ളപ്പോൾ ഈ വെളുത്തുള്ളിയുടെ സൂപ്പ് കഴിച്ചാൽ പനി വേഗം മാറുമെന്നും പനിക്ക് ശേഷമുള്ള ക്ഷീണം വളരെ കുറയുമെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഞാൻ മുമ്പ് ഇപ്പോൾ ഹൃദയ ധമനികളിലുണ്ടാകുന്ന തടസ്സങ്ങൾക്കുള്ള ഒരു ചികിത്സയാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തെ അനുസരിച്ച് ചികിത്സയാണ് കീലേഷൻ തെറാപ്പി. അതിനെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അന്ന് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു മലയാളി ഡോക്ടർ അന്ന് പ്രസംഗിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൃത്യമായ പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം പ്രധാനമായും പറഞ്ഞത് ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഈ ആഹാരം വേണ്ട രീതിയിൽ ക്രമീകരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ്. അത്തരം ക്രമീകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ഘടകമാണ് വെളുത്തുള്ളി. കാരണം ഇതിൻ്റെ ശേഷി പറയുന്നത് ഈ വൈറസ് രോഗാണുക്കളെ ചെറുക്കാൻ ഉള്ള ശേഷി വളരെ വലുത്, ഈ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്ത് കളയാം. അപ്പോൾ അന്ന് അമേരിക്കയിലെ ഡോക്ടർ പറഞ്ഞത് എലിമിനേഷൻ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം ദ ബോഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെളുത്തുള്ളിയുടെ ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു സർവ്വരോഗ സംഹാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കരൾ രോഗങ്ങളിലായാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള പ്രശ്നങ്ങളായാലും ജലദോഷത്തിലായാലും ഫ്ലൂവിലായാലും ക്യാൻസറിലായാലും നമ്മൾ ഈ പ്രതിരോധത്തിലായാലും ചികിത്സയ്ക്കായാലും വളരെയേറെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു ഗൃഹ ഔഷധിയാണ് വെളുത്തുള്ളി. ഇത് എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ള കാര്യം നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും നല്ല ഒരു ആയുർവേദ ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനിക്കേണ്ടതുമാണ്.